ഓക്കെ, അപ്പം നമ്മുടെ ഇവിടെ മീൽസ് പേജ് ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് കുറച്ച് കാര്യം കൂടെ നോക്കാറുണ്ട്. ഒന്ന്, നമ്മൾ ഈ കോഡിംഗ് എല്ലാം ചെയ്തിരിക്കുന്നത് ഒരു ഡെവലപ്മെന്റ് മോഡിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് പ്രൊഡക്ഷൻ മോഡിൽ നോക്കാം. ഈ ഡെവലപ്മെന്റ് മോഡും പ്രൊഡക്ഷൻ മോഡും രണ്ടും ഡിഫറെൻ്റ് ആണ്. കാരണം പ്രൊഡക്ഷൻ മോഡിലായിരിക്കും നമ്മൾ ഈ പ്രോജക്റ്റ് ഡിപ്ലോയ് ചെയ്യുന്നത്. ഡെവലപ്മെന്റ് മോഡിൽ ഫയൽ സൈസ് ഒത്തിരി കൂടുതലാണ്, കാരണം അതിൽ നിന്നായിരിക്കും കൂടുതൽ റെൻഡർ ചെയ്ത് വരുന്നത്. പക്ഷേ നമുക്ക് പ്രൊഡക്ഷൻ മോഡിലാകുമ്പോൾ ഈ എല്ലാ പാക്കേജസും അത് നമ്മുടെ കോഡിംഗ് എല്ലാം ഒരു ബണ്ടിലാക്കി നമുക്ക് ഒരു ചെറിയൊരു പാക്കേജ് ആയിട്ടായിരിക്കും നമുക്കിവിടെ പ്രൊഡക്ഷൻ മോഡിൽ തരുന്നത്. സോ ആ പ്രൊഡക്ഷൻ മോഡിലുള്ള പ്രോജക്റ്റ് ആയിരിക്കും നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നത്. അതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം npm റൺ ബിൽഡ് എന്ന് പറഞ്ഞു കൊടുക്കുക. npm റൺ ബിൽഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡെവലപ്മെന്റ് മോഡിലുള്ള പ്രോജക്റ്റിന് നമ്മൾ പ്രൊഡക്ഷൻ മോഡിലോട്ട് കൺവേർട്ട് ചെയ്ത് തരും. സോ ഈ പ്രൊഡക്ഷൻ ബിൽഡ് ആകുമ്പോൾ നമുക്ക് ഇവിടെ തരുന്നത് ഒരു ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും തരുന്നത്. സോ അത് കുറച്ച് ടൈം എടുക്കും ഇത് വരാനായിട്ട്. ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ലോഗിനകത്ത് കളക്ടിങ് പേജ് ഡേറ്റ, അതുപോലെ തന്നെ ചെക്കിങ് വാലിഡിറ്റി ഓഫ് ടൈപ്സ്, അങ്ങനെ പല ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ റൂട്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ നമുക്ക് ഇത്രയും ഫയൽസ് ആയിരിക്കും വന്ന് ക്രിയേറ്റ് ചെയ്ത് വീഴണം. അതെങ്ങനെ കാണണമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ .next എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വീഴും. അതാണ് ഫസ്റ്റ് ഫോൾഡറിൽ കിടക്കുന്നത്. ഇത്രയും ഫയൽസ് ആയിരിക്കും നമ്മുടെ പ്രൊഡക്ഷൻ ബിൽഡുള്ള പ്രോജക്റ്റ് ഫയൽസ്. ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ പിടിച്ചങ്ങ് റൺ ചെയ്യണം. അപ്പോൾ റൺ ചെയ്യാനായിട്ട് npm സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. npm സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഡക്ഷൻ മോഡിലായിരിക്കും ഇത് റൺ ചെയ്യുന്നത്, ഡെവലപ്മെന്റ് മോഡിലല്ല. അപ്പോൾ അതിന് നമ്മൾ ഇവിടെ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ പേജ് ഇവിടെ ലോഡായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിവിടെ ബ്രൗസ് മീൽസും ഈ ഒരു ലിങ്കൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് പേജ് ലോഡായിട്ടാണ് വരുന്നത്. ഡെവലപ്മെന്റ് മോഡിൽ നമ്മൾ ഇപ്പോൾ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 5 സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. പ്രൊഡക്ഷൻ ബിൽഡിൽ അതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വരും. വ്യൂ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോജക്റ്റ് പെട്ടെന്ന് ലോഡായി വരും. ഇനി ഇപ്പം എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മീൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഞാനൊരു മീൽ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. എന്നിട്ട് അപ്ലോഡ് ഇമേജ് കൊടുക്കുക. അപ്ലോഡ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ ഷെയർ മെയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത മീല് ഇവിടെ കാണുന്നില്ല. അപ്പം ഞാൻ പേജ് റീഫ്രഷ് ചെയ്താലും ഇവിടെ വരുന്നില്ല. സോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഈ പ്രൊഡക്ഷൻ മോഡിൽ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇവിടെ Next.jsന്റെ ക്യാഷിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അതായത് ഒരിക്കൽ നമ്മുടെ പേജ് റെൻഡർ ആയി കഴിഞ്ഞാൽ അത് പിന്നെ ക്യാഷിംഗ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ലിങ്ക് ഒക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പെട്ടെന്ന് ഇങ്ങനെ പേജസ് എല്ലാം ലോഡായി വരുന്നത്. പക്ഷെ നമ്മുടെ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്രിയേറ്റ് ചെയ്ത മീല് ഇവിടെ കാണിക്കുന്നില്ല. അതൊരു പ്രോബ്ലമാണ്. അതിന് മുന്നേ ഞാനിവിടെ ഒരു മീൽസ് പേജിനകത്ത് ഞാൻ നിങ്ങൾക്ക് ലോഗ് ചെയ്ത് കാണിച്ചത്. ടെസ്റ്റിംഗ് ഞാനിത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പേജ് റീഫ്രഷ് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലയൻറ്റ് സൈഡ് ബ്രൗസറിനകത്ത് കാണിക്കുന്നില്ല, പകരം നമ്മുടെ സെർവർ സൈഡിലുള്ള ടെർമിനലായിരിക്കും കാണിക്കുന്നത്. പക്ഷെ ഇവിടെ കാണിക്കുന്നില്ല. ഇവിടെ നമ്മൾ കൺസോൾ ലോഗ് കൊടുത്ത സംഭവം ഇവിടെ നമ്മുടെ സെർവർ സൈഡിൻ്റെ ടെർമിനലിൽ കാണിക്കുന്നില്ല. കാരണം ഒരിക്കൽ പേജ് റെൻഡർ ആയി കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ റെൻഡർ ആകത്തില്ല, ബാക്കി എല്ലാം ക്യാഷിങ്ങിലായിരിക്കും പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഒഴിവാക്കാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഷെയർ മീല് ക്രിയേറ്റ് ചെയ്ത മീല് നമുക്കിവിടെ കാണിക്കണം. അപ്പം അതിന് നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മളിവിടെ ഷെയറിൻ്റെ അവിടെ page.tsxലാണ് ഇവിടെ നമ്മൾ റീഡയറക്റ്റ്, അതായത് സെയിം മീൽസ് ചെയ്യുന്നതിന് ശേഷം റീഡയറക്റ്റിന് മുന്നേ നമ്മളിവിടെ റീവാലിഡേറ്റ് പാത്ത് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി കൊടുക്കണം. ഇത് ആക്ച്വലി ഒരു Next.jsന്റെ ക്യാഷിനകത്ത് വരുന്ന ഒരു ഫീച്ചറാണ് റീവാലിഡേറ്റ് പാത്ത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മീൽസ് പേജ്, അതായത് നമ്മുടെ പാത്ത് ഏത് പാത്തിലാണ് ആക്ച്വലി റീവാലിഡേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ റീറെൻഡർ ചെയ്യുന്നതിന് പോലെ തന്നെയാണ് ഇവിടെ റീവാലിഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ റീവാലിഡേറ്റ് പാത്തിൽ നമ്മൾ റൂട്ട് പറഞ്ഞു കൊടുക്കുന്നത് /meals, കാരണം റീഡയറക്റ്റ് നമ്മൾ മീൽസ് പേജിലോട്ടാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ
സ്ലാഷ് മീൽസ് കൊടുത്തത്. ഇനി സെക്കൻഡ് പാരാമീറ്റർ നോക്കിക്കേ, ടൈപ്പ്. ഏത് ടൈപ്പാണ് കൊടുക്കേണ്ടത്? ലേ ഔട്ട് വേണോ പേജ് വേണോ? ഇപ്പോൾ ഞാനിവിടെ പേജ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഈ മീൽസ് പേജിനകത്തുള്ള പേജിനെ ആയിരിക്കും എഫക്റ്റ് ചെയ്യുന്നത്. അതിന് പകരം നമ്മളിപ്പോൾ ലേ ഔട്ടാണ് കൊടുക്കുന്നെങ്കിൽ ഇത് മൊത്തത്തിൽ അങ്ങ് റാപ്പ് ചെയ്യും. സോ ലേ ഔട്ടാണ് കുറച്ചുകൂടി ബെറ്റർ. മറ്റേ പേജ് ആണെങ്കിൽ ഈ മീൽസ് പേജിൻ്റെ പേജിൽ മാത്രമേ എഫക്റ്റ് ചെയ്യത്തുള്ളൂ. ഞാനിത് സേവ് ചെയ്തിട്ട് ഞാനൊന്നും കൂടെ ഇത് പ്രൊഡക്ഷന് ബിൽഡ് ചെയ്യണം. കാരണം നമ്മൾ ഇവിടെ കോഡൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഒന്നും കൂടെ നമ്മൾ പ്രൊഡക്ഷൻ മോഡിലേക്ക് ബിൽഡ് ചെയ്ത് കഴിയണം. എന്നാൽ മാത്രമേ കോഡിൽ ചേഞ്ചസ് ഉണ്ടാവത്തുള്ളൂ. ഇനി നമുക്ക് നോക്കാം. ഓക്കെ, സോ സെർവർ സൈഡ് റെൻഡറിൽ ഇതുകൊണ്ട് ലോഗ് ഇവിടെ വന്നിട്ടുണ്ട്. കൺസോൾ ലോഗ് നമ്മളിവിടെ ലോഗ് ചെയ്ത് വെച്ചിരുന്ന അതിവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്കിവിടെ npm സ്റ്റാർട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ മീൽസ് പേജിൽ പോയാൽ ഇപ്പം നമ്മളുടെ ഇവിടെ സംഭവം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത് നേരത്തെ ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. അതാണ് നമ്മൾ പ്രൊഡക്ഷൻ ബിൽഡ് ചെയ്ത് ഒന്നും കൂടെ ഇത് ചെയ്തപ്പോൾ നമുക്ക് ഇത് ഒന്നും കൂടെ ഡേറ്റാസ് എടുത്തുകൊണ്ട് വന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കൂടെ മീൽസ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. തവണ നമ്മൾ പ്രോഡ് എന്ന് പറഞ്ഞു കൊടുക്കാം. എന്തെങ്കിലും കൊടുക്കാം നിങ്ങൾക്ക്. ടെസ്റ്റിങ്ങിന് വേണ്ടിയാണ് ഷെയർ മീൽ കൊടുത്തു കഴിഞ്ഞാൽ യെസ് പ്രൊഡക്ഷന് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഇമേജ് ലോഡായിട്ടില്ല. അപ്പോൾ ഇമേജ് ലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് വേറെ രീതിയിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. കാരണം ഇവിടെ പബ്ലിക് ഫോൾഡറിലാണ് ഇവിടെ കിടക്കുന്നത്. സോ അതുകൊണ്ട് നമുക്ക് അതിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇവിടെ റീവാലിഡേറ്റ് പാത്ത് പറഞ്ഞു കൊടുത്താൽ ഇത് ഒന്നും കൂടെ വാലിഡേറ്റ് ചെയ്ത് നമുക്കിവിടെ ഡേറ്റ ഇവിടെ കാണിക്കും. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനകത്ത് ഇടാം. ഓക്കെ.